മാറ്റം എന്ന് പറഞ്ഞ ഒരു 1.25 മാറ്റം. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയിലൂടെ വരുമായിരുന്നില്ലേ? ലൈൻ മുമ്പ് തന്നെ വഴിക്ക് വെച്ച് നിർത്തി പോയതാണല്ലോ. ഒരു സിൽവർ ലൈൻ പോയാൽ നമ്മൾ 100 ഗോൾഡൻ ലൈൻ കൊണ്ടുവരൂല്ലേ, അതും മാനത്തൂടെ. അതുകൊണ്ട് അത് വിട്. അല്ല, ശബ്ദത്തിനൊക്കെ എന്താ ഒരു മാറ്റം? ഒരു മര്യാദയുടെ സ്വരമാണല്ലോ പുറപ്പെടുവിക്കുന്നത്. പൊതുജനങ്ങളോട് എങ്ങനെ സംസാരിക്കാം എന്നതാണ് ഇപ്പോൾ പാർട്ടി ക്ലാസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയമെന്ന് തോന്നുന്നു. എങ്ങനെ ചാടിക്കടിക്കാൻ നിന്ന് നെകളിച്ച പുള്ളികളാ ഇപ്പൊ ലോ പിച്ചിൽ കിടന്ന് എഴയുന്നത്. പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. അല്ല, ഇത് ഞങ്ങളുടെ മ്യാസ്റ്റർ അല്ല. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് 50 ചോദ്യം തിരിച്ചു നിരത്തി അതിനെ ഉത്തരമാക്കി വ്യാഖ്യാനിക്കുന്ന, പറയുന്നത് എന്താണെന്ന് സ്വയം പോലും മനസ്സിലാകാതെ അന്തം വിട്ട് ക്യാപ്സ്യൂളുകൾ തള്ളിയിറക്കുന്ന, അസ്ഥാനം നോക്കി പല്ലിളിക്കുന്ന, മാൻഡ്രേക്കിന് അവസരം കിട്ടുമ്പോഴെല്ലാം പുകഴ്ത്താൻ മറക്കാത്ത, ഇഷ്ടഭാവമായ പുച്ഛം മുഖത്ത് യഥേഷ്ടം പൂശിയ മാസ്റ്ററെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നീ വിഷമിക്കാണ്ടിരി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നീ ഒന്ന് സമാധാനപ്പെടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പ്രോത്സാഹനം എനിക്ക് തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇതൊരു രസമില്ല സഖാവെ കേൾക്കാൻ. മാറ്റിപ്പിടി. മര്യാദയുടെ ശബ്ദം നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. ഹോ, എന്നാലും അധികാരം കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സംസാര രീതിക്കുണ്ടാകുന്ന ഒരു വ്യത്യാസമേ. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. നമ്മളെ ഒരു രീതിക്കത് പറ്റുന്നതല്ല എന്നാ തോന്നുന്നു. ഏതായാലും ഇതിനും മാറ്റം വന്നോ? നിന്ന് സംസാരിക്കാൻ സൗകര്യം പോരെങ്കിൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന പാവം പിടിച്ച മൈക്കിന്റെ പെടലിയും ഒടിച്ച് സംഘാടകരെ ചീത്തയും വിളിച്ച് വേണ്ടി വന്നാൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനവും നടത്തുന്നതായിരുന്നല്ലോ രീതി. അങ്ങനെ ദാസൻ വിജയനായി. പറയുന്നുണ്ടെന്ന് തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നീ സ്വയം നിയന്ത്രിക്കണം.